നിനക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല, എനിക്കൊരു ശബ്ദവും കേൾക്കുന്നില്ല. ഏയ്, ഈ ശബ്ദം എവിടെന്നാ കേൾക്കുന്നത്? എന്ത് ശബ്ദം? ഏയ്, ശ്രദ്ധിച്ചു കേൾക്ക്. ശബ്ദം കേൾക്കുന്നില്ല എന്ന് മാത്രം പറയരുത്. ഓ, അതോ, എനിക്കും കേൾക്കുന്നുണ്ട്. എന്റെ വയറ്റിന്നാ വരുന്നത്. എനിക്ക് വിശക്കുന്നു. ഇനി ഒന്നും ചോദിക്കണ്ട. ഏയ്, നീ എന്ത് കാര്യമാണ് ചെയ്തത്? ഓ, ഞാൻ തന്നെ എടുത്തിട്ട് വരാം. ഇത് കണ്ടോ? ഇവിടെ ഒരു എല്ല് കാണുന്നു. എന്ത്, സത്യമാണോ? വെള്ളത്തിൽ വീണ പന്ത് എങ്ങനെ എല്ലായി മാറും? സത്യം തന്നെയാ പറയണ. ഇത് എല്ല് തന്നെയാ. ആ, അതും ശരിയാ. വെള്ളത്തിൽ വീണ പന്ത് അസ്ഥിയായിട്ട് മാറിയതും കഴിക്കാൻ തോന്നുന്നു. വാ, നമുക്കത് വെളിയിലോട്ട് എടുക്കാം. എനിക്കും നല്ല വിശപ്പ് തോന്നുന്നു. അത് ശരി, എങ്ങനെയാ ഇത് പുറത്തെടുക്കുന്നത്? എന്നെ ഒന്ന് ആലോചിക്കാൻ വിടൂ. മനസ്സിലായി. ഈ പുഴയിലുള്ള എല്ലാ വെള്ളവും ഞാൻ തന്നെ കുടിക്കും. എന്നിട്ട് ആ എല്ല് നമുക്ക് തന്നെ സ്വന്തം. അതായത് നമുക്ക് കിട്ടും. അത് തന്നെ ഞാനും പറയണ. ഇതില് കൂടുതൽ വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റില്ല. നിർത്തണ്ട, കുടിച്ചുകൊണ്ടേയിരിക്കെ. കുടിക്കെന്ന് പറഞ്ഞാ എങ്ങനെ കുടിക്കും? ഇനിയും കുറെ കുടിക്കണം. കാര്യങ്ങൾ ഇത്രയും കൊള്ളാമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നോട് ക്ഷമിക്ക്. ഇത് എളുപ്പമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത് സുരക്ഷിതമേ അല്ല. ഇവിടെ നോക്കൂ കുട്ടികളെ, എന്ത് പണി ചെയ്യാണെങ്കിലും അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ സാധിക്കൂലേ എന്ന് നന്നായി ആലോചിച്ച് വേണം ചെയ്യാൻ. ഉറുമ്പ് അപകടത്തിൽപ്പെട്ടിരുന്നത് ഒരു പ്രാവ് കണ്ടു. ഓ, എന്റെ ദൈവമേ, ആ ഉറുമ്പ് അപകടത്തിൽപ്പെട്ടല്ലോ. രക്ഷിക്കൂ, രക്ഷിക്കൂ, എനിക്ക് പേടിയാവുന്നു. അത് കണ്ടുകൊണ്ടിരുന്ന പ്രാവ് മരത്തിൽ നിന്നും